വിശുദ്ധ ബൈബിളിലെ പഴയ നിയമ പുസ്തകത്തിൽ സോളമൻ എന്ന അതിശ്രേഷ്ഠനായ രാജാവ് മാതൃസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയാണ്. ഒരു ഭരണാധികാരി നല്ലൊരു ന്യായാധിപനാണെന്ന് കാണിക്കുന്ന സംഭവം ദൃശ്യാവിഷ്കാരത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പട്ടണക്കാട് പബ്ലിക് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്നു ദ സോളമൻസ് വിസ്ഡം. ഭാരമേറിയ കെട്ട് എന്തിനിങ്ങനെ ചുമലിൽ പേറുന്നു? അതൊക്കെ കാളവണ്ടിക്കുള്ളിൽ തന്നെ വെച്ചുകൂടായിരുന്നു. വിഴുപ്പ് ചുമന്ന് അതൊരു ശീലമായി പോയല്ലേ? നാടോടികളായ സഞ്ചാരികൾക്ക് ചുമലിൽ ഒരു ഭാണ്ഡക്കെട്ടെടുക്കുന്നത് ഒരു ഭാരമല്ല, അലങ്കാരമാണ്. വിലപിടിപ്പുള്ള ചില വസ്തുക്കളും കുറച്ച് ധനാറകളുമാണ് ഈ കെട്ടിൽ. പരിചിതമല്ലാത്ത ദേശമല്ലേ, തസ്കരന്മാർ പതിയിരിപ്പുണ്ടോ എന്ന് പറയാനാകില്ലല്ലോ. ഹേയ്, ഇവിടം ശാന്തമാണ്. അതിർത്തി മുറിച്ചു കടക്കുമ്പോൾ തന്നെ എന്റെ മനം കവർന്ന ഭൂപ്രദേശമാണിവിടം. ഇവിടെ എല്ലാവരും ആനന്ദത്തിൽ ആറാടി നടക്കുകയാണ്. അതിശയകരം തന്നെ. കനകം വിളയും മണ്ണിൽ നിന്നും ഞങ്ങൾ കരമുയർത്തി തലയുയർത്തി ഞങ്ങൾ മണോരേ വാഴണ കൂട്ടരേ വന്നാട്ടെ, യെരൂശലേമിൻ വീതിയിൽ വന്നാട്ടെ 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 വന്നാട്ടെ. ഈ കണ്ട കാലത്തിനിടയ്ക്ക് ദേശങ്ങൾ അനവധി ചുറ്റി സഞ്ചരിച്ചുവെങ്കിലും ഇതുപോലൊരു ദേശം ഉലകിലെങ്ങും കണ്ടിട്ടില്ല. ഏതാണ് ഈ ദേശം? ആരാണ് ഇവിടുത്തെ ഭരണാധികാരി? സഞ്ചാരികളെ, സംശയിക്കേണ്ട. ചരിത്രമുറങ്ങുന്ന യെരൂശലേം നഗരിയുടെ പ്രാന്തപ്രദേശത്താണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമൻ രാജാവിന്റെ സൽഭരണത്തിന് കീർത്തികേട്ട യെരൂശലേമിന്റെ വീഥികളിലൂടെ നടക്കുമ്പോൾ ആബൽ ശങ്ക തെല്ലും വേണ്ട. ശലോമോന്റെ കീർത്തി കേട്ടറിഞ്ഞ് കാതങ്ങൾ 1000 താണ്ടി യെരൂശലേമിലെത്തിയ ശേബാരാജ്ഞിയെ അമ്പരപ്പിച്ച ആകാര സൗകുമാര്യം, അവരുടെ അളന്നു മുറിച്ച ചോദ്യങ്ങൾക്ക് കൃത്യതയാർന്ന ഉത്തരങ്ങൾ നൽകി അവരെ നിഷ്പ്രഭയാക്കിയ വൈഭവം. അതാ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ കണ്ടില്ലേ? ശലോമൻ പണി കഴിപ്പിച്ച യെരൂശലേം ദേവാലയത്തിന്റെ ഗോപുരങ്ങളാണത്. അരനാഴിക നേരം നടന്നാൽ നഗരഹൃദയത്തിലുള്ള ദേവാലയ അങ്കണത്തിലെത്താം. അപാര ജ്ഞാനം പ്രകടമാകുന്ന ശലോമോന്റെ നീതി നിർവഹണ പാടവം നിങ്ങൾക്ക് നേരിട്ട് കാണാം. അർക്കൻ ഉദിക്കും മുമ്പ് ഞങ്ങൾ അവിടെ എത്തും. ശലോമോന്റെ ആലയത്തിലെത്താൻ ഞങ്ങൾക്ക് തിരക്കായി. പ്രജകളുടെ പാലകനായ മഹാരാജാവിന് ഈ ദരിദ്രന്റെ വന്ദനങ്ങൾ. പ്രതിവന്ദനങ്ങൾ. ആരാണിയാൾ? എന്താണ് ഈ സാധു മനുഷ്യന്റെ ആവലാതി? ഇയാൾ അഭിമനായൻ, നഗരാതിർത്തിയുടെയും വടക്ക് കിഴക്കൻ പ്രവിശ്യയിലെ ഒരു ദരിദ്ര കുടുംബത്തിന്റെ നാഥൻ. 3 പതിറ്റാണ്ടുകാലം ഇയാൾ ഒരു ഭൂവുടമയുടെ കൃഷിയിടങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു. പെരുമഴയുള്ളൊരു രാത്രിയിൽ പാടവരമ്പുകൾ തടകെട്ടി നിർത്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് ഇയാൾ വികലാംഗനും നിത്യരോഗിയുമായി മാറി. അധ്വാനിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട ഈ മനുഷ്യനെ ഭൂവുടമ നിർദ്ദയം ആട്ടിപ്പുറത്താക്കി. നിസ്സഹായനായി അങ്ങയുടെ ദയയ്ക്കായി കേഴുകയാണ് ഇയാൾ. പ്രവിശ്യ ന്യായാധിപന്മാരുടെ വിധികൾ ഇയാൾക്ക് അനുകൂലമായിരുന്നില്ലേ? വിധി വൈപരീത്യം എന്നല്ലാതെ എന്തു പറയാൻ. ഇയാളുടെ വാസസ്ഥലം അടങ്ങുന്ന പ്രവിശ്യയിലെ ന്യായാധിപൻ ഇയാളുടെ യജമാനൻ തന്നെയാണ്. സൗകര്യപൂർവം അയാൾ പാടില്ല. ശലോമോന്റെ രാജ്യ അതിർത്തിക്കുള്ളിൽ ന്യായത്തെ അന്യായമാക്കുന്ന ഒരു ന്യായാധിപനും വേണ്ട. അയാളെ ഉടനടി സ്ഥാനഭ്രഷ്ടനാക്കൂ. യുദ്ധകാലാടിസ്ഥാനത്തിൽ അയാളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടു
കണ്ടുകെട്ടുക. ഉത്തരവ് പോലെ 3 പതിറ്റാണ്ട് കാലം അധ്വാനിച്ച ഈ മനുഷ്യനും കുടുംബത്തിനും ശിഷ്ടകാലം ജീവിക്കാനുള്ള സമ്പത്ത് അയാളുടെ സമ്പത്തിൽ നിന്നു തന്നെ അനുവദിച്ചു കൊടുക്കുക. അപകടത്തിൽ സംഭവിച്ച വൈകല്യം ചികിത്സിച്ചു ഭേദമാക്കുവാൻ മുതിർന്ന ഭിഷഗ്വരന്മാരെ ഏർപ്പാടാക്കൂ. പ്രഭാതവന്ദനം കഴിഞ്ഞ് പ്രാതൽ പോലും കഴിക്കാതെ അങ്ങീ നീതിപീഠത്തിലേക്ക് കയറിയതാണ്. 100 കണക്കിന് വ്യവഹാരങ്ങൾക്ക് അങ്ങ് പരിഹാരവും മോദിക്കഴിഞ്ഞു. പലതും അതികഠിനമായ ഊരാക്കുരുക്കുകൾ. ഇനി അല്പം വിശ്രമമാവാം. ന്യായം കാക്ഷിച്ചെത്തുന്നവർക്ക് അത് ലഭിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അവരുടെ വദനങ്ങളിൽ പ്രകടമാകുന്ന ആശ്വാസം, ഇവ നൽകുന്ന സംതൃപ്തി വിഭവസമൃദ്ധമായ പ്രാതലിനേക്കാൾ എത്രയോ വലുതാണ്. അവൻ എന്റെ കുഞ്ഞാണ്, എനിക്ക് അവനെ തരൂ, അവന് വിടൂ, എന്റെ കുഞ്ഞാണ്, എന്റെ കുഞ്ഞാണ്. നീ എന്താണ് പറയുന്നത്? എന്റെ കുഞ്ഞാ, എന്റെ കുഞ്ഞാ, എന്റെ കുഞ്ഞാണ്. ഈ മഹാസാമ്രാജ്യത്തിന്റെ അധിപനായ നമ്മുടെ മുമ്പിലും തർക്ക കോലാഹലങ്ങളോ നിയന്ത്രണമില്ലാതെ കണ്ടക്ഷോഭം നടത്തി കലഹിക്കുന്ന ആ സ്ത്രീജനങ്ങളെ ഈ നീതിപീഠത്തിന് മുന്നിലെത്തിക്കൂ. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ നൽകൂ. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് പറ്റില്ല. നിന്റെ കുഞ്ഞോ? ആര് പറഞ്ഞു നിന്റെ കുഞ്ഞാണെന്ന്? ഇവൻ എന്റെ മകനാണ്, എന്റെ മാത്രം മകൻ. എന്റെ ദൈവമേ, എന്തൊരു പരീക്ഷണമാണിത്! ഇവൾ എന്റെ കുഞ്ഞിനെ... നിർത്തൂ ഈ അസംബന്ധ നാടകം. നിങ്ങൾ നിൽക്കുന്നത് രാജാതിരാജനായ ശലേമോന്റെ സന്നിധിയിലാണെന്ന് വിസ്മരിക്കരുത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യതയാർന്ന ഉത്തരങ്ങൾ നൽകൂ. ഹേ വഴക്കടിക്കുന്ന യെരുശലേം വനിതകളെ, തികച്ചും സങ്കീർണമായ ഒരു പ്രശ്നവുമായാണ് നിങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഓമനത്വം തുളുമ്പുന്ന ഒരു കുഞ്ഞും അവന്റെ മാതൃത്വത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന 2 അമ്മമാരും. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? തിരുമനസ് ഏറെ കാലമായി ഇവരോടൊന്നിച്ച് ഒരേ ഭവനത്തിലാണ് ഞങ്ങൾ വസിക്കുന്നത്. 3 ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഞങ്ങൾ ഇരുവരും ഓരോ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഒരു ദിവസം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിദ്രയിലാണ്ട നേരത്ത് ഇവളുടെ കുഞ്ഞിന് മീതെ മറിയുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തു. ഗാഢനിദ്രയിൽ അമർന്നുപോയ എന്റെ അടുക്കൽ ആ കുഞ്ഞിന്റെ ശരീരം ഉപേക്ഷിച്ച് ഇവളെന്റെ ഓമന കുഞ്ഞിനെയും എടുത്ത് കടന്നു കളഞ്ഞു. കുഞ്ഞിനെ തേടി ചെന്ന് എന്നെ ഇവൾ ആട്ടി പുറത്താക്കി. തിരുമനസ്സേ, ഇവളുടെ ജൽപ്പനങ്ങളൊന്നും അങ്ങ് വിശ്വസിക്കരുത്. ഇവൾ കല്ല് വെച്ച് നുണ പറയുകയാണ്. ഇവൻ എന്റെ മകനാണ്, എന്റെ മാത്രം ഓമനക്കുട്ടി. ഗൗരവതരമായ ഈ സമസ്യയ്ക്കുത്തരം നാം നൽകാം. ഈ കുഞ്ഞിന്റെ മാതൃത്വത്തിന് അവകാശികളായി ഇവർ 2 പേരും ഉണ്ടെന്നിരിക്കെ ഈ കുഞ്ഞിനെ ഇവർക്ക് 2 പേർക്കുമായി വീതിച്ചു നൽകാം. കുഞ്ഞിനെ വീതം വെക്കുകയോ? അങ്ങ് പറഞ്ഞു വരുന്നത്? അതെ, ആരാച്ചാരെ വിളിക്കൂ. മൂർച്ചയേറിയ ഖഡ്ഗം കൊണ്ട് ഈ കുഞ്ഞിനെ 2ആയി മുറിച്ച് ഒരു ഭാഗം ഇവൾക്കും മറുഭാഗം അവൾക്കും നൽകുക. കിട്ടിയത് കൊണ്ട് സായുജ്യമടഞ്ഞ് ഇരുവരും മടങ്ങട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിക്കൊള്ളൂ. തിരുമനസിന്റെ തീരുമാനം കടുത്തതെങ്കിലും അത് തന്നെയാണ് അഭികാമ്യം. അവൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിനേക്കാൾ നല്ലത് അതങ്ങ് ഇല്ലാതാവുന്നതാണ്. എനിക്കില്ലാത്തത് അവൾക്കും വേണ്ട. അയ്യോ, അരുതേ! എന്റെ കുഞ്ഞിനെ കീറി മുറിക്കരുതേ! അവനെ കൊല്ലരുതേ! കുഞ്ഞിനെ
അവൻ ജീവിച്ചിരിക്കുന്നത് കണ്ടാൽ മാത്രം മതി എനിക്ക്. അവനെ കൊല്ലരുത് തിരുമനസേ, എന്റെ കുഞ്ഞിനെ കൊല്ലരുത് തിരുമനസേ, എന്റെ കുഞ്ഞിനെ കൊല്ലരുതേ. പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവനെ എന്നേക്കുമായി വിട്ടുകൊടുക്കാൻ തയ്യാറായ ഈ വനിതയാണ് ഈ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവ്. കരഞ്ഞു വിലപിച്ചു നിൽക്കുന്ന സ്നേഹസമ്പന്നയായ ഈ മാതാവിന് ആ കുഞ്ഞിനെ കൈമാറൂ. കുലീനയായ വനിതാ രത്നമേ, നിങ്ങളുടെ നിസ്വാർത്ഥമായ പുത്രവാത്സല്യത്തിനു മുന്നിൽ നാം ശിരസ് നമിക്കുന്നു. വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ നൽകി ഇവളെ യാത്രയാക്കൂ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തിയിലായ ഇവളെ ചികിത്സയ്ക്ക് വിധേയയാക്കൂ. യെരൂശലേമിന്റെ മക്കളെ, മാനവികതയുടെ അസ്തിത്വം മാതാവിന്റെ നിസ്വാർത്ഥമായ സ്നേഹം തന്നെയാണ്. വിനാശകാരികളായ സകല ആയുധങ്ങളെയും നിർവീര്യമാക്കുന്നതാണ് അമ്മയുടെ നിർമ്മല സ്നേഹം. പരിശുദ്ധമായ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ സമ്പന്നമാക്കുന്ന നന്മ നിറഞ്ഞ അമ്മമാരെ, നിങ്ങൾക്ക് നമോവാകം.